അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു അമല് പറഞ്ഞു തരാം. നമുക്ക് എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഒരിക്കലും നടക്കൂല എന്ന് തോന്നുന്ന ആഗ്രഹമാണെങ്കിലും നമുക്കത് സാധിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. നമുക്ക് മനസ്സിലൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഏതറ്റം വരെ പടച്ച റബ്ബിനോട് അമല് ചോദിക്കാനായിട്ട് റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു പ്രയാസം മാറിക്കിട്ടാൻ, അല്ലെ നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ, നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടാൻ, എന്തുമാവട്ടെ നമ്മുടെ മനസ്സിലുള്ള നിയത്ത് എന്താണോ അത് സാധിപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു അമല് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു അമലാണ്. ഈ അമലിൻ്റെ പ്രത്യേകത ഒരുപാട് ഉണ്ട്. നമ്മൾ ഈ അമല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപയോഗപ്പെടും. അതുപോലെ തന്നെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ദാരിദ്ര്യങ്ങൾ ഉണ്ടാവില്ല. ദാരിദ്ര്യം നമ്മളെ തൊട്ട് തുടച്ച് നീക്കി കിട്ടും. അതുപോലെ നമ്മളോട് ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരും. അത്രക്ക് പവർഫുള്ളുള്ള ഒരു ദിക്റാണ് ഈ ദിക്റ്. ഈ ദിക്റ് ചൊല്ലി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ദിക്റ് ചൊല്ലേണ്ട രീതിയും നിയത്ത് വെക്കേണ്ട രീതിയും ഈ വീഡിയോയിൽ പറയും പോലെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എത്ര വലുതാണെങ്കിലും അള്ളാഹു സാധിപ്പിച്ചു തരും, അത് ഉറപ്പാണ്. നമ്മൾ അള്ളാഹുവിനോട് മനസ്സുരുകി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സ് നൊന്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമ്മളെ രക്ഷിതാവാണ്. അപ്പോൾ നമ്മുടെ ദുആ സ്വീകരിക്കുമല്ലോ. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അങ്ങ് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്കിതിനുള്ളൊരു ഉത്തരം കിട്ടുകയും ചെയ്യും. അധികം വൈകാതെ തന്നെ നമുക്കിതിനുള്ള ഫലം അനുഭവിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ്. നിങ്ങൾ 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. സമയം അർദ്ധരാത്രി ആയിരിക്കണം. അർദ്ധരാത്രി തഹജ്ജുദിൻ്റെ സമയം, സുബഹിൻ്റെ സമയം, ഇശായിന് ശേഷം ഈ ഒരു സമയങ്ങളിൽ നിസ്കരിക്കലായിരിക്കും ഉത്തമം. നമുക്ക് മനസ്സിൽ അതിയായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറക്കൊഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ചോദിക്കാനൊക്കെ റെഡിയായിരിക്കും. അപ്പോൾ നമുക്ക് ചൊല്ലാൻ സമയം നമുക്ക് മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും കഴിയും. നിങ്ങൾ ഒരു ഇരിപ്പിൽ ചൊല്ലി തീർക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചൊല്ലി തീർക്കുന്നവർക്ക് അങ്ങനെ ചൊല്ലി തീർക്കാം. അങ്ങനെ ചൊല്ലി തീർത്ത് കഴിഞ്ഞാൽ ഫലം ഇരട്ടിയുമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഹാജത്തിൻ്റെ നിസ്കാരം അർദ്ധരാത്രിയിൽ നിസ്കരിക്കുക. തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിച്ചാൽ കുഴപ്പമില്ല. ആ സമയത്താണ്. തഹജ്ജുദിൻ്റെ ശേഷവും അല്ലെങ്കിൽ തഹജ്ജുദ് കഴിഞ്ഞിട്ടോ മുന്നെയോ നിസ്കരിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് സമയത്തായാലും കുഴപ്പമില്ല. രാത്രിയിൽ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിച്ചോളി, കുഴപ്പമില്ല. പിന്നെ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ നിങ്ങൾ 1ാമത്തെ റക്അത്തിൽ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് നിസ്കരിക്കുക. എന്നിട്ട് ആ നിസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ നിങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. 2ാമത്തെ റക്അത്തിലും 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. അങ്ങനെ നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായലിരുന്ന് 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യുക. ശേഷം നബിയുടെ ഹളറത്തിലേക്ക് ഒരു 11, 21, 33 നിങ്ങൾക്കറിയാവുന്ന സലാത്ത് ചൊല്ലുക. ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ്. എങ്കിൽ ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നമ്മൾ എന്ത് അമല് ചെയ്യുമ്പോഴും അമലിൻ്റെ മുന്നേ നമ്മൾ ചെയ്താൽ നമുക്ക് ഫലം ഇരട്ടിയായി കിട്ടും, നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടും. കാരണം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് നമ്മൾ ഒരുപാട് ദിക്റൊക്കെ ചൊല്ലി ദുആ ചെയ്യാനായിട്ട് മെനക്കെടുമ്പോൾ നമ്മൾ ചെയ്താൽ നമ്മൾ പോലും അറിയാത്ത എന്തെങ്കിലും പാപങ്ങൾ കാരണം നമ്മുടെ ദുആ സ്വീകരിക്കാണ്ട് ആയിപ്പോയാൽ നമുക്ക് ഉത്തരം കിട്ടില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം പാപമോചനം തേടുന്നത്. അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മുടെ തെറ്റൊക്കെ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് നബിൻ്റെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്തിന് ശേഷം ആ നിസ്കാരപ്പായലിൽ നിങ്ങൾ നിയത്ത് വെക്കുക. നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുക അത്ര നിങ്ങൾ നിയത്ത് വെക്കുക. ഒന്നെങ്കിൽ 4444 തവണ ചൊല്ലുക, അല്ലെങ്കിൽ 1444 തവണ ചൊല്ലുക. നിങ്ങൾക്ക് എത്രയാണോ കഴിയുക അത്ര നിങ്ങൾ നിയത്ത് വെച്ചോളൂ. എത്രയും ചൊല്ലിയാൽ അത്രയും ഫലം കിട്ടും, അത്രയും ഉപകാരമാണ്. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റ് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ആ നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലുക. എന്നിട്ട് എഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എണ്ണം പിടിച്ച് ചൊല്ലി തീർത്താൽ മതിയാവും.
എന്നിട്ട് ചൊല്ലി തീരുമ്പോൾ അള്ളാഹുവിനോട് നിസ്കരിച്ച് ദുആ ചെയ്താലും മതിയാവും. അങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടിയിട്ടുണ്ട്, എല്ലാം പൂവണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് അകലാനും പറ്റിയ ഒരു ദിക്റാണിത്. നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടും. യൂനുസ് നബി മീൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരാൻ കാരണമായ ഒരു ദിക്റാണിത്. അത്രയ്ക്ക് പവർഫുള്ളായ ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മൾ ഏത് കെണിയിൽ പെട്ടാലും, നമ്മൾ എത്ര പ്രയാസത്തിലായാലും അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും, അത് ഉറപ്പാണ്. നിങ്ങൾ ചൊല്ലി നോക്ക്, നിങ്ങൾക്ക് മനസ്സമാധാനം വരും. നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒന്നുമില്ലാത്തതുപോലെ ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിക്റൊന്ന് ചൊല്ലി നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനവും ശാന്തിയും കിട്ടും. നിങ്ങൾക്ക് എവിടെ നിന്ന് ഇല്ലാത്ത ഒരു സമാധാനം കിട്ടുകയും ചെയ്യും. ഈ ദിക്റിൻ്റെ ഫലം അത്രക്ക് മഹത്വമാണ്. ഒരുപാട് പേര് ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് ആഗ്രഹങ്ങൾ നടന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട്, കടങ്ങൾ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്, അവർ ആഗ്രഹിച്ച് ജോലി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മതി. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും. അള്ളാഹു അങ്ങ് ഏറ്റെടുക്കും നിങ്ങളെ, അത് ഉറപ്പാണ്. ഈ ദിക്റിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും ഈ ദിക്ർ ചൊല്ലിയാൽ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും പ്രയാസങ്ങൾ മാറാനും നിങ്ങൾ ഈ ഒരു എണ്ണത്തിൽ ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചൊല്ലിയതുപോലെ നബിൻ്റെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ഒരു പ്രാവശ്യം ദുആ ചെയ്താൽ പോരാ, ചൊല്ലാൻ തുടങ്ങുന്നതിന് മുന്നും ദുആ ചെയ്യണം. നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയിട്ട് നിങ്ങൾ നിർത്തുമല്ലോ, കുറച്ച് പ്രാവശ്യം ചൊല്ലി അപ്പം നിർത്തി പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോൾ അങ്ങനെയാണ് ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾ നിർത്തുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്തിനാണോ ഈ ദിക്ർ ചൊല്ലുന്നത്, എന്താവശ്യമാണോ അത് പറഞ്ഞ് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് മനമുരുകി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എല്ലാ സമയവും നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആ തട്ടിക്കളയില്ല, അത് ഉറപ്പാണ്. അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിനെ ഹൈറായ സമയത്ത് ഹൈറായ രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും, അത് ഉറപ്പാണ്. ആരും വിഷമിക്കരുത്, നമുക്ക് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയരുത്. കാരണം ആ സമയം നമുക്ക് ഹൈറായിരിക്കില്ല. ഹൈറായ സമയത്ത് അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും. അതുപോലെ ഈ വീഡിയോയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ കൂടെ പിറപ്പായ, നമ്മുടെ കൂടെ നിൽക്കേണ്ട, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ദുആ ചെയ്യണം. ഞാനും നിങ്ങളും അടക്കം അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവിടെയുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് മനസ്സമാധാനം വരാൻ വേണ്ടിയും ദുആ ചെയ്യണം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആരുടെ ദുആയാണ് പടച്ചറപ്പ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല. എൻ്റെയും ഭർത്താവും കുടുംബക്കാരും എല്ലാം ഉണ്ട് ഗൾഫിൽ, അവരൊക്കെ ഒരുപാട് പ്രയാസത്തിലാണുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എന്നെ പ്രത്യേകം ദുആയിൽ ഓർമ്മപ്പെടുത്തുന്നു, ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളും എൻ്റെ കമൻറ്റ് വീഡിയോയിലായിട്ട് ഇടുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ ഞാൻ അള്ളാഹുവിനോട് പറയാറുണ്ട്. എൻ്റെ ദുആ സ്വീകരിക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളും ദുആ ചെയ്യണം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇന്ന ആൾ എന്നില്ല, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.